ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രുചി ആൻഡ് ഹോം. സോ ഇന്നലെ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത്. സോ നമുക്ക് ബ്രൗണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുനാഫ മിക്സ് ആണ് ഉണ്ടാക്കാനുള്ളത്. കുനാഫ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഒരു 15 ഗ്രാം കുനാഫ എടുക്കുക. അതിലേക്ക് ബട്ടർ ചേർത്തിട്ട് അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം നമ്മുടെ പിസ്താഷ്യൂ സ്പ്രെഡ് മിക്സാക്കി മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് 2 എഗ്ഗ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് സാൾട്ടും അതുപോലെ വാനില എസൻസും കൂടെ ചേർക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഷുഗറാണ് ആഡ് ചെയ്യണത്. 100 ഗ്രാം ഷുഗറാണ് ആഡ് ചെയ്യണത്. ഇവിടെ ഞാൻ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹാഫ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ മാത്രം യൂസ് ചെയ്യുക. വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫൈൻ പൗഡർ ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗണി ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാൻഹുഡൻ്റെ മിൽക്കും ഡാർക്കും കോമ്പൗണ്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ വാൻഹുഡൻ്റെ ചോക്ലേറ്റിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് നമുക്ക് പ്രീമിയം ടേസ്റ്റ് ബ്രൗണിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രീമിയം ബ്രൗണിയാണ് ഞാനിവിടെ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വാൻഹുഡൻ്റെ ചോക്ലേറ്റ് തന്നെ ചൂസ് ചെയ്തത്. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടറും അതുപോലെ തന്നെ ഈ ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഈ കട്ടകളൊന്നും ഇല്ലാണ്ട രീതിയിൽ മിക്സ് ചെയ്യുക. ടൈലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ എഗ്ഗും ഈ ചോക്ലേറ്റ് മിക്സും മെല്ലെ അതൊന്ന് കമ്പൈൻ ചെയ്ത് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്, അതും ഒരു പ്രശ്നമാണ്. അതിനുശേഷം ഇതിലോട്ട് അരച്ച് മാറ്റി വെച്ച 15 ഗ്രാം കൊക്കോ പൗഡറും 14 ഗ്രാം ഫ്ലോറും 2 പാർട്ടായിട്ട് ഇട്ടിട്ട് സ്ലോലി മിക്സ് ആക്കുക. ഇതും മുന്നത്തെ പോലെ തന്നെ ഓവർ മിക്സ് ചെയ്യരുത്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുനാഫ മിക്സ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്തിട്ട് അതും കൂടെ മെല്ലെ ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഓവനിലാണ് മേക്ക് ചെയ്യണത്. ഒരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റിനാണ് ഇത് റെഡി ആവും. പിന്നെ ചില ഓവണിനനുസരിച്ച് ടൈമിനും വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ ആയോന്ന് ഇങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്കൊക്കെ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ചെറിയ രീതിക്ക് സ്റ്റിക്കി ആയിട്ട് കിടക്കും. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഇത് ആയിക്കണമെന്ന് മനസ്സിലാവുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കുനാഫ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. പിസ്താഷ്യൂ കുനാഫ ലവേഴ്സിനൊക്കെ ഈ ബ്രൗണി മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെടും. ഞാനും ഈ ബ്രൗണിയുടെ ഒരു ഹ്യൂജ് ഫാനാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും കൂടുതൽ എനിക്കെപ്പോഴും ഇഷ്ടം ഞാനിങ്ങനെ മേക്ക് ചെയ്യണ വീട്ടിലുണ്ടാക്കണ ബ്രൗണീസാണ്. ഭയങ്കര ടേസ്റ്റിയാണത്. ഒരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിസ്താഷ്യൂ കുനാഫ ലവർ ആണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അത്ര റിസ്കി ഒന്നുമല്ല നമ്മുടെ ബ്രൗണി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വെരി സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. സീ യു.